السلام عليكم ورحمة الله وبركاته ومغفرته. بسم الله الرحمن الرحيم. الحمد لله على نعمه وصلاة الله على عبده ورسوله وسلام الله عليه وعلى آله وصحبه أجمعين والعاقبة للمتقين. ബഹുമാനമുള്ള പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിന്ന് ഒരുപാട് അറിവുകൾ പഠിച്ച മഹാനായ സ്വഹാബിയാണ്. ആ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ 568-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂല്, കാന യക്റഹു, അല്ലാഹുവിന്റെ റസൂലിന് വെറുപ്പായിരുന്നു, അന്നൗമ, ഉറങ്ങല്, ഖബ്ലൽ ഇശാഇ, ഇശാഇന്റെ മുമ്പ്. ഇശാഇന്റെ മുമ്പ്, ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ, അതിന്റെ മുമ്പ് ഉറങ്ങല് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. മഗ്രിബ് സൂര്യൻ അസ്തമിച്ച് ആ മഗ്രിബ് മുതൽ ഇശാഇന്റെ ഇടയിൽ ഉറങ്ങൽ കറാഹത്താണ്. ആ മനുഷ്യന് ദാരിദ്ര്യവും മറവിയും വലിയ വലിയ പരീക്ഷണങ്ങളും അത് കാരണമായി ഉണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇശാഇന്റെ മുമ്പ് ഉറങ്ങലും, വൽ ഹദീസ, സംസാരിച്ചിരിക്കുക, രാക്കഥ പറയാം, ബഅദഹ, ഇശാഇന്റെ ശേഷം. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആൻ പാരായണങ്ങള്, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാം. എന്നാൽ വെറുതെ ആവശ്യമില്ലാത്ത, ആഖിറത്തിലേക്ക് ഉപകാരമില്ലാത്ത, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കഥകള്, തമാശകള്, കളികള്, രാക്കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇശാഇന്റെ ശേഷം സമയം ചെലവഴിക്കുക എന്നത് അല്ലാഹുവിന്റെ ഹബീബിന് വെറുപ്പായിരുന്നു എന്ന് അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഈ ഹദീസ് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മഗ്രിബിന്റെ ശേഷം നമ്മളോ മക്കളോ ഒന്നും ഉറങ്ങുന്ന അവസ്ഥ വീടുകളിൽ ഉണ്ടാവരുത്. ഇശാഇന്റെ ശേഷം രാക്കഥ പറഞ്ഞുകൊണ്ട് മറ്റുള്ള തമാശകള്, കളികള്, വിനോദങ്ങള്, ആഖിറത്തിലേക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, അല്ലാഹുവിനും റസൂലിനും വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരിക്കലും രാത്രിയെ ചെലവഴിക്കരുത്. നമുക്കറിയാം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല എന്ന് പൂർവീകര് നമ്മോട് പറയാറുണ്ട്. അത് ഈ ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരി 568-ാമത്തെ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെറുപ്പുള്ള രണ്ട് കാര്യങ്ങളാണ് ഇശാഇന് മുമ്പുള്ള നൗമ്, ഉറക്ക്, അതുപോലെ ഇശാഇന്റെ ശേഷമുള്ള ഹദീസ്, രാക്കഥ പറയല്. അല്ലാഹുവേ, മുത്തനബിന്റെ ഹദീസ് മനസ്സിലാക്കി മുത്തനബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് വെറുപ്പുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.